പൂക്കോട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിന്റെ കള്ളക്കളി തുടരുകയാണ്. മകന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ പോരാട്ടം തുടരുകയാണ് സിദ്ധാർത്ഥിന്റെ പിതാവ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച CBI അന്വേഷണം വൈകുന്നതിനെതിരെ പിതാവ് ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് അട്ടിമറിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമങ്ങൾ നടന്നതോടെയാണ് ജയപ്രകാശ് നീതി തേടി ഹൈക്കോടതിയിലെത്തിയത്. അന്വേഷണം വേഗത്തിൽ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. CBI അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബോധപൂർവം ശ്രമമുണ്ടെന്നും ജയപ്രകാശ് ആരോപിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, CBI എന്നിവരാണ് ഹർജിയിലെ എതിർകക്ഷികൾ. ഹർജി നാളെ പരിഗണിക്കും. അതേസമയം സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമെന്ന് അച്ഛൻ ജയപ്രകാശ് വിശദീകരിച്ചു. ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇത് അട്ടിമറിക്കാൻ സാധിച്ചില്ലെന്നും സാധിച്ചിരുന്നെങ്കിൽ സർക്കാർ അത് ചെയ്തേനെയെന്നും ജയപ്രകാശ് പറഞ്ഞു. CBIയെ സംബന്ധിച്ച് അവർ കൊലപാതകത്തെക്കുറിച്ച് മാത്രമായിരിക്കും അന്വേഷിക്കുന്നത്. ഈ അന്വേഷണ കമ്മീഷനാകുമ്പോൾ അതിന് പുറമെയുള്ള പല കാര്യങ്ങളും അന്വേഷിക്കും. അതിനാൽ രണ്ട് അന്വേഷണങ്ങളും സമാന്തരമായി പൊയ്ക്കോട്ടെയെന്നും ജയപ്രകാശ് കൂട്ടിച്ചേർത്തു. ഇന്നലെ പൂക്കോട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിലും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. സിദ്ധാർത്ഥ് താമസിച്ച ഹോസ്റ്റൽ മുറിയിൽ അടക്കമെത്തി കണ്ണീർ തുടച്ചു ഈ പിതാവ്. മകനെ കൊന്ന ക്യാമ്പസിൽ വരണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ കൽപ്പറ്റ വരെ വന്നപ്പോൾ ഇവിടെയും കയറണമെന്ന് തോന്നി. മകൻ ക്രൂരതകൾ ഏറ്റുവാങ്ങിയ ഹോസ്റ്റലിനെ കുറിച്ച് താൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന് അറിയണമായിരുന്നു. അതാണ് വരാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത ഹോസ്റ്റലിന്റെ നടുമുറ്റത്തും അച്ഛൻ അല്പസമയം നിന്നിരുന്നു. കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഹോസ്റ്റൽ സന്ദർശിക്കണമെന്ന ആവശ്യത്തിന് ആദ്യം കോളേജ് അധികൃതർ സമ്മതം നൽകിയിരുന്നില്ല. കേസ് നടക്കുന്നതിനാൽ മുറി സന്ദർശിക്കുന്നതടക്കം നിരുത്സാഹപ്പെടുത്തി. കണ്ടിട്ടേ മടങ്ങുന്നുള്ളൂ എന്ന നിലപാടിൽ ജയപ്രകാശ് ഉറച്ചുനിന്നു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് മുറി തുറന്നത്. അരമണിക്കൂറോളം അദ്ദേഹം ഹോസ്റ്റലിൽ ചെലവഴിച്ചു. മകന്റെ ഓർമ്മകൾ ഉറങ്ങുന്നയിടത്ത് അധിക നേരം നിൽക്കാൻ തോന്നുന്നില്ലെന്നും ജയപ്രകാശ് പറഞ്ഞു. ടി സിദ്ദിഖ് MLAയും ഒപ്പമുണ്ടായിരുന്നു. മകന്റെ മരണത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്നതടക്കമുള്ള ആശങ്ക രാഹുൽ ഗാന്ധിയോട് പങ്കുവച്ചെന്നും കൂടെ ഉണ്ടാവുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ആശ്വാസം നൽകിയെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം കൽപ്പറ്റയിൽ വെച്ചായിരുന്നു ജയപ്രകാശ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേസുമായി ബന്ധപ്പെട്ട നിലവിലെ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ചോദിച്ചറിഞ്ഞു. മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നത് വരെ ഒപ്പമുണ്ടാകുമെന്നും ഏതറ്റം വരെ പോകാനും കൂടെ ഉണ്ടാകുമെന്നും ജയപ്രകാശിനും കൂടെയുണ്ടായിരുന്നവർക്കും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി.